എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വേറിട്ട ചിന്തകൾ എന്ന ഈ വചന പഠന പരമ്പരയുടെ 108ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായം അതിന് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്നോട് സമത്വമുണ്ടായിരുന്ന വചനമെന്ന പേരിൽ ഉണ്ടായിരുന്നവൻ മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. അത് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ മുന്നമേ ഒരുക്കിയിരുന്ന ഒരു ശരീരം, ആ ശരീരമായി വെളിപ്പെട്ട് എന്തിനു വേണ്ടി? മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. അങ്ങനെ സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള രക്ഷാമാർഗം തുറക്കുവാനായി ക്രൂശിൽ യാഗമായി തീരുവാനായി ജഡരൂപത്തിൽ വന്നപ്പോൾ അവൻ ദൈവപുത്രൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. ആ തൻ്റെ ഏകജാതനായ പുത്രനെ പിതാവ് നൽകിയത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കൾ ആയി തീരുവാനുള്ള ആ ഒരു വഴി തുറക്കുവാൻ, ആ ഒരു രക്ഷാമാർഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, അവർ ദൈവമക്കളാണെന്ന് ആത്മാവ് താനും തങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നുവെന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അപ്പോൾ ഈ 2 വാക്യങ്ങളിലും മറ്റ് അനേക വാക്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഉദ്ധരിച്ചിരിക്കുന്ന ഈ 2 വാക്യങ്ങളിലും അർത്ഥമാക്കുന്നത് പുറജാതിക്കാരായി കിടന്നവർക്ക് തങ്ങളുടെ പാപത്തിനൊരു പരിഹാരം കണ്ടെത്തി യേശുവിൽ വിശ്വസിച്ച് നിത്യപിതാവിൻ്റെ മക്കളായി തീരുവാൻ അവകാശം കൊടുക്കുമ്പോൾ ഇവിടെ ഇതാ ഒരു നൂതന വ്യാഖ്യാനം വരുന്നു. അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്നവർ കേവലം മനുഷ്യരല്ല, അവർ ദൈവങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന ഒരാശയം വന്നിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു വികാരമാണ് മനസ്സിലുണ്ടാകുന്നത്. മനുഷ്യനായി തീർന്നവൻ ദൈവമായി തീരുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ. എന്നാൽ ഇത് ചിലരൊക്കെ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ്. ഈ നിലയിൽ മുന്നോട്ട് പോയാൽ, കാരണം തൊഴാൻ ഭക്തരുള്ളപ്പോൾ ദേവന് ശക്തി കൂടുമെന്നൊരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞ് പഠിപ്പിച്ചാലും അതെല്ലാം ഏറ്റെടുത്ത് അനുയായികളായി തീരുവാൻ ഒരുപറ്റം ആളുകളുണ്ടെങ്കിൽ ആരും ഗുരുക്കളാകും. കേവലം ഗുരുക്കൾ മാത്രമല്ല, ഇവിടെ ദൈവങ്ങളായി മാറുകയാണ്. എന്താണ് ഇങ്ങനെ പറയുവാനുള്ള കാരണം? തൻ്റെ സ്വന്തം വാക്കുകളിലൂടെ പറയുന്നത് കേട്ടു നോക്കുക. നിങ്ങളെല്ലാം ദൈവങ്ങളാകുന്നു. അപ്പോ യേശുക്രിസ്തു എന്നാ പറയണേ? ഒരു ദൈവത്തിന്റെ കാര്യമാണോ പറഞ്ഞത്? അനേക ദൈവങ്ങളുടെ കാര്യമാണോ പറയുന്നത്? അനേക ദൈവങ്ങളുടെ കാര്യം തന്നോട് പറയുന്നത് എല്ലാവരും ദൈവങ്ങളാണ്. എല്ലാവരും ദൈവങ്ങളാണ്. ആര്? യേശുവിൽ വിശ്വസിച്ച് യേശുവിനോട് ചേർന്ന് വരുന്നവർ, അവർ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്ന ഇവർ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി മാറുന്നു. ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി മാറുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ കൂട്ടവകാശികളായി മാറുന്നു. ഇതിനെല്ലാം നമുക്ക് വചനഭാഗം കണ്ടെത്താൻ കഴിയും. ഒറ്റപ്പെട്ട വാക്യങ്ങളെടുത്ത് നമ്മൾ കാര്യം സ്ഥാപിക്കാൻ പോയാൽ യോഹന്നാൻ യേശുവിനെ കാണിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കുഞ്ഞാട് എന്നുള്ള പദം നമ്മൾ എടുത്താൽ ഒരിക്കലും മനുഷ്യരല്ല, ആട് എന്ന് പറയുന്നൊരു ജീവി ഉള്ളിടത്തോളം കാലം ആ ആടിൻ്റെ കുഞ്ഞിനെയാണ് കുഞ്ഞാടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ യോഹന്നാൻ്റെ വാക്കുകളിൽ യേശു എന്താണ് എന്നൊന്ന് ഊഹിച്ചു നോക്കുക. 2 ചെവിയും 4 കാലും 1 വാലും ഒക്കെ ഉള്ള ഒരു മൃഗം എന്ന് ചിന്തിക്കേണ്ടി വരും. ഞാൻ ആ പദത്തിൻ്റെ അർത്ഥമെടുത്തിട്ട് പറഞ്ഞതാണേ. അപ്പോൾ ഒറ്റപ്പെട്ട വാക്യങ്ങളെടുത്ത് വായിച്ചാൽ അതിനനുസരിച്ചുള്ള പഠനം തയ്യാറാക്കിയാൽ പലപ്പോഴും അറിയാതെ തന്നെ വിരോധാഭാസങ്ങൾ പറയുകയും താൻ പറയുന്നത് വിഡ്ഢിത്തരമാണെന്ന് തൻ്റെ വാക്കുകളിലൂടെ തന്നെ തെളിയിക്കപ്പെടുകയും ചെയ്ത നിമിഷങ്ങളുണ്ടാകും. ശരിയാണോ എന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ യേശു ദൈവം എന്ന് പറഞ്ഞുള്ള സ്നാനമല്ല, യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്നതായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനിടയായി തീർന്നത്. അതായത് തനിക്ക് യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന ഒരു അറിവ് എന്ന് പറയുന്നത്
യേശു ദൈവമാണ് എന്ന് ഈ തോമസ് എന്ന് പറയുന്ന മനുഷ്യനെ പറഞ്ഞ് പഠിപ്പിച്ച ആളുകളിൽ ആരോ ആണ് തനിക്ക് സ്നാനം കൊടുത്തത്. അപ്പോൾ യേശുവിനെക്കുറിച്ച് താൻ മനസ്സിലാക്കിയിരിക്കുന്ന മനസ്സിലാക്കൽ രക്ഷയ്ക്കുതകുന്ന വിധത്തിലല്ല എന്നും, അതായത് യേശു ദൈവപുത്രനാണെന്നുള്ളതായ ആ ഒരു വിശ്വാസത്തിൽ കടന്നു വന്ന് അങ്ങനെ യേശുവിനെ അറിയേണ്ടുന്നതുപോലെ അറിഞ്ഞിട്ടേൽക്കുന്ന സ്നാനമാണ് രക്ഷയ്ക്കുതകുന്ന സ്നാനമെന്ന് ഈ തോമസ് എന്ന് പറയുന്ന മനുഷ്യന് ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെടുവാനുള്ള കാരണം SVJ മിനിസ്ട്രിയായ ഷാജി ജോസഫ് എന്ന വ്യക്തിയുടെ വ്യാഖ്യാന പഠനത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഈ തോമസ് എന്ന് പറയുന്ന മനുഷ്യന് ഈ ഒരു ചിന്ത വരാൻ കാരണം. എന്തുവാ? യേശുവിനെ അറിയേണ്ടുന്ന വിധത്തിൽ അറിഞ്ഞിട്ട് ഏൽക്കുന്ന സ്നാനമാണ് രക്ഷയ്ക്കുതകുന്നതെന്ന് ഈ തോമസ് എന്ന് പറയുന്ന മനുഷ്യന് ബോധ്യമായത് SVJ മിനിസ്ട്രിക്കാരനായ ഷാജി ജോസഫിൻ്റെ വാക്കുകളിലൂടെയാണ്. അപ്പോൾ ഒരു കാര്യം തോമച്ചാൻ മനസ്സിലായി, യേശു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, യേശുവിനെ ചുമ്മാ വിശ്വസിച്ചിട്ട് കാര്യമില്ല. യേശു ആരാണ്, എന്താണ് എന്ന് വ്യക്തമായ മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്നാനമാണ് രക്ഷയ്ക്കുതകുന്നത്. അതല്ലേ അതിൻ്റെ അർത്ഥം? ഇല്ല എങ്കിൽ ഈ ഷാജി ജോസഫ് എന്ന് പറയുന്ന മനുഷ്യന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളൂ, സഹോദരൻ തോമസ് അല്ലെങ്കിൽ പാസ്റ്റർ തോമസ്, താങ്കൾ വിശ്വസിച്ചാണ് സ്നാനമേറ്റേ? അതെ. മുങ്ങിയാണ് സ്നാനമേറ്റേ? അതെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലാണ് സ്നാനമേറ്റത്? അതെ. എങ്കിൽ ആ സ്നാനം മതി. ഇനി താങ്കൾ യേശുവിനെ കുറിച്ചുള്ള ആ മനസ്സിലാക്കലുണ്ടല്ലോ, അതായത് താങ്കൾ ഇതുവരെ ധരിച്ചിരുന്നത് ദൈവമാണെന്നാണ്, ഇപ്പോഴാണ് ദൈവമല്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അല്ല, ആ ഒരു ചിന്ത മാത്രം മാറ്റിക്കുറിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കാതെ വീണ്ടും അതേ നാമത്തിൽ സ്നാനം കൊടുത്ത ഷാജി ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ലക്ഷ്യമെന്തായിരുന്നു എന്നുള്ളത് ഇനിയും പിടുത്തം കിട്ടിയിട്ടില്ല. അത് ഞാനിങ്ങനെ പറയാനുള്ള കാരണം ഇത് ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്ക്. ജനിപ്പിക്കുന്നതും സൃഷ്ടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഒരു ആരംഭമല്ലേ? ആരംഭം അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഇതിപ്പോ നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നമ്മുടെ രക്ഷയുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഇതിപ്പോ നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നമ്മുടെ രക്ഷയുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. ഓക്കെ, ഇതിപ്പോ നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നമ്മുടെ രക്ഷയുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. ഇവിടെ യേശു സൃഷ്ടിയാണ്, അല്ലെങ്കിൽ യേശു ഒരിക്കൽ ജനിച്ചവനാണ്, അതായത് യേശു ജനിച്ചവനാണ്, അതല്ല സകല സൃഷ്ടിക്ക് മുൻപ് ജനിച്ചവനാണ് എന്നുള്ള ഷാജി ജോസഫിൻ്റെ വാദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഡോക്ടർ സാജു ജോസഫ് ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കുവാൻ ഇല്ലാതെ വന്നപ്പോൾ ഷാജി ജോസഫ് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഇതിപ്പോ നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നമ്മുടെ രക്ഷയുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. അതായത് യേശു ജനിച്ചതാണോ, ആരംഭമുണ്ടോ എന്നുള്ള ഈ മനസ്സിലാക്കലൊന്നും നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കിയിരുന്നാലും അതൊന്നും നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന കാര്യമല്ല. ഇത് തനിക്ക് ബോധ്യപ്പെട്ടത് നല്ല ഘനമേറിയ ചോദ്യം മുന്നിലേക്ക് വന്നപ്പോഴാണ്. പക്ഷെ തോമാച്ചായനെ മുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഈ തോന്നൽ ഉണ്ടായില്ല. ഇനി രണ്ടും കൂടി ശ്രോതാക്കളൊന്ന് കണക്ട് ചെയ്യുക. ഷാജി ജോസഫ് പാസ്റ്റർ ഇത് കേൾക്കുകയാണെങ്കിൽ താങ്കൾ ഒന്നും കൂടി ചിന്തിക്കുക. തോമസ് എന്ന് പറയുന്ന മനുഷ്യന് അതേ സ്നാനം തന്നെ രണ്ടാമത് കൊടുക്കാനുള്ള കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തൻ്റെ മനസ്സിലാക്കൽ വേണ്ട വിധത്തിൽ ആയിരുന്നില്ല. അതല്ലായിരുന്നോ ഷാജി പാസ്റ്ററെ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ ഇത് പറയുന്നു, യേശു ക്രിസ്തു എന്തുമാകട്ടെ, ജനിച്ചതാകട്ടെ, സൃഷ്ടിച്ചതാകട്ടെ, ആരംഭമുണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, ഈ മനസ്സിലാക്കലൊന്നും രക്ഷയ്ക്കുതകുന്നതല്ല. എന്താണ് ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നത്? ഇനിയും ഇദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ട് പുറകെ പോകുന്നവർ ഒന്ന് ചിന്തിച്ചേ. ഈ പ്ലാറ്റ്ഫോമിന് അനുസരിച്ച് ഉപദേശത്തെ മാറ്റുന്ന ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകുന്ന നിങ്ങളുടെ ലക്ഷ്യമെന്താണെന്ന് ഇനിയും വെളിപ്പെട്ടിട്ടില്ല. ഇവരുടെ അനുയായികൾ ചിലരൊക്കെ എന്നെ വെല്ലുവിളിച്ചു, ഷാജി ജോസഫ് പാസ്റ്ററായിട്ട് ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് വരാമോന്നു. വന്നതിൻ്റെ അവസ്ഥ ഇതല്ലേ? അല്ലേ? പിന്നെ എന്തിനു ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് ഞാൻ വരണം? ഞാൻ വന്നാൽ നിങ്ങൾ എന്താ വേറെ ബൈബിൾ കൊണ്ട് വരുമെന്നാണ് ഉദ്ദേശിച്ചത്? ഒരു കാര്യം വ്യക്തമാണ്, SVJക്കാരെ,
അടിസ്ഥാനപ്പെടുത്തിയുള്ള ഉപദേശമല്ല എങ്കിൽ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ സാഹചര്യത്തിനും ലഭിക്കുന്ന പ്ലാറ്റ്ഫോമിനും അഭിമുഖീകരിക്കുന്ന ചോദ്യത്തിനും അനുസൃതമായി നിറങ്ങളെ മാറ്റി മാറ്റി അവതരിപ്പിക്കാനുള്ള കഴിവ് ചില്ലറ കഴിവല്ല. പക്ഷെ ഇതുകൊണ്ടൊന്നും ദൈവരാജ്യത്തിൽ പോക്ക് നടക്കത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തി ഇപ്പോൾ ഒരു നൂതന ഉപദേശവുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. നിങ്ങളെല്ലാവരും, അതായത് യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എല്ലാവരും ദൈവങ്ങളാണ്. ഇദ്ദേഹം ഒരു കാര്യം പറയുന്നത് തിയോളജിയന്മാരുടെ ഇടയിൽ വലിയൊരു ചോദ്യമാണ്. അവർക്കാർക്കും മനസ്സിലായിട്ടില്ല. എന്തുവാ? വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ഏക ദൈവത്തെക്കുറിച്ച് പറയുന്ന ബൈബിൾ അല്ല, അനേക ദൈവങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അതാണ് പറയുന്നത്. ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കുക. പലർക്കും ചോദ്യമുണ്ട്, ആരാണ് ഈ ബൈബിളിലെ ദൈവങ്ങൾ? വേദപണ്ഡിതന്മാർക്കാ ചോദ്യം. ഇതാ കേട്ടോ, യേശു പറഞ്ഞു തരികയാണ്, ആരാണ് ദൈവങ്ങൾ? ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടാകുന്നവരെയാണ് ദൈവങ്ങൾ, എലോഹിമുകൾ എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു ഷാജി പാസ്റ്ററെ, താങ്കൾക്കൊരു അബദ്ധം പറ്റി. താങ്കൾ ഒരു പക്ഷേങ്കിൽ ഇപ്പോഴായിരിക്കും ഇത് കാണുന്നത്. കുറഞ്ഞ പക്ഷം 10 കൽപ്പനയെങ്കിലും വായിച്ചിട്ടുള്ളവരാണ് ഈ ഉപദേശിമാരെന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ താങ്കൾ ഇത്തരത്തിൽ ബാലിഷ്യമായ ഒരാശയം പ്രകടമാക്കത്തില്ലായിരുന്നു. കാരണം ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലും അവതരിപ്പിക്കുന്ന 10 കൽപ്പനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ അത് വായിച്ചിട്ടുള്ളവർക്കെല്ലാം മനസ്സിലായല്ലോ അന്യ ദൈവങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥമാണെന്ന്. ഇനി അന്യ ദൈവങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞെന്ന് കരുതി അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഒരു ഉപദേശം സ്ഥാപിക്കാൻ പര്യാപ്തമായ ഒരാശയമാണോ അത്? അങ്ങനെയെങ്കിൽ ഗാന്ധിജിയെക്കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. സംശയമുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കുസൃതി ചോദ്യമാണ്. ഇനി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ അഡ്രസ്സ് എടുത്ത് വായിക്കുക. ബൈബിളിൽ ഞാൻ ഗാന്ധിജി എന്നുള്ളൊരു വാക്ക് വായിച്ചെന്ന് കരുതി മനുഷ്യൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് അതെന്നാ ബന്ധം? അപ്പോൾ 10 കൽപ്പന മാത്രമല്ല, കുറഞ്ഞ പക്ഷം ഏലിയാവിനെ കുറിച്ചിട്ട് വായിച്ചിട്ടുള്ളവർ പോലും പറയുമല്ലോ, ബാലിന് മുഴങ്കാലം അടക്കാത്ത 7000 പേർ. അപ്പം അവിടെയും അന്യ ദൈവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി മനസ്സിലാക്കുക, സത്യദൈവമായ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെയാണ് അന്യ ദൈവങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് താങ്കൾ അവകാശപ്പെടുമ്പോൾ, അതായത് താങ്കൾ പറഞ്ഞിരിക്കുന്നത് എലോഹിം എന്നുള്ള വാക്കാണ്, അത് ഹീബ്രുവാണ്, അതല്ല പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ അന്യ ദൈവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ഞാൻ വായിക്കാം, താങ്കൾ ഊന്നി പറയുന്ന വാക്യോടത്ത് വായിക്കാം. അവിടെ ദേവന്മാരെന്ന് പറയുന്നിടത്ത് തിയോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് ഗ്രീക്ക് വാക്കാണ്. ഇനി പോകട്ടെ, ഇത് രണ്ടിനും ഒരേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് 2 പേർക്കുമുള്ള സ്ഥാനങ്ങളും പദവികളും തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. താങ്കൾ ഒന്ന് പുറകോട്ട് പോയി ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു വ്യക്തി തൻ്റെ പിതാവിനെ വിളിക്കുന്നത് എന്തുമാകട്ടെ, പപ്പയെന്നോ ഡാഡിയെന്നോ എന്തുമാകട്ടെ, പക്ഷേ ആ പിതാവ് എന്നുള്ള സ്ഥാനത്തിന് നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന വാക്ക് ഫാദർ എന്നാണ്. എന്നാൽ പള്ളിയിലെ പൗരോഹിത്യ സ്ഥാനം വഹിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ആത്മീയ ഗുരുവിനെയും വിളിക്കുന്നത് ഫാദർ എന്നാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ ഷാജി പാസ്റ്റർ, താങ്കൾ ഈ സത്യോപദേശത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു പക്ഷേങ്കിൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്ന, അതായത് ഫാദർ എന്ന നാമകരണത്തിൽ ആ സ്ഥാനത്ത് നിന്ന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത ഒരു പള്ളിയിലെ മെമ്പർ ആയിരുന്നു താങ്കൾ? ആരെയെങ്കിലും പള്ളിയിലെ പുരോഹിതന്മാർ താങ്കൾ ഫാദർ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ പള്ളിയിലെ താങ്കൾക്ക് ആത്മീയ ശുശ്രൂഷ നൽകിയ വ്യക്തിക്കും ഫാദർ എന്ന് വിളിക്കുകയും താങ്കളുടെ പിതാവിനെ ഫാദർ എന്ന് വിളിക്കുകയും ചെയ്തപ്പോൾ 2 പേർക്കും ഒരേ സ്ഥാനവും ഒരേ പദവിയുമാണോ താങ്കൾ കൊടുത്തത്? ഇതെങ്കിലും ഒന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട ഷാജി പാസ്റ്റർ ഇത്രയ്ക്കും വലിയ വിഡ്ഢിത്തര വ്യാഖ്യാനം സമൂഹത്തിന് ഇട്ടുകൊടുക്കുകയില്ലായിരുന്നു. ചിന്തിക്കാനും ഗ്രഹിക്കാനും കഴിവില്ലാത്ത ഒരു കൂട്ടം ആളുകളെ പിന്നിൽ കിട്ടിയെന്ന് കരുതി നമ്മളാരും വലിയ മഹാനാകും എന്ന് ചിന്തിക്കേണ്ട. താങ്കളിത് അവതരിപ്പിക്കാനുള്ള പിന്നിലെ കാരണം ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യങ്ങൾ. നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞുവെന്നു നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ.
ഇവിടെ യേശു ഒരു കാര്യം പറയുന്നു, ദൈവത്തിൽ നിന്ന് അരുളപ്പാട് കിട്ടിയവരെ ദേവന്മാരെന്ന് വിളിച്ചു. ആ ദേവന്മാർ എന്നുള്ള വാക്കിനും തിയോസ് എന്നുള്ള പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ തിയോസ് തന്നെയാണ് ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുന്നമേ ഈ പദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കാൻ പോയാൽ താങ്കളുടെ പിതാവിനും പള്ളിയിലെ അച്ഛനും ഫാദർ എന്ന് വിളിച്ചപ്പോൾ രണ്ടുപേർക്കും ഒരേ സ്ഥാനവും ഒരേ അധികാരമാണെന്ന് താങ്കൾ സമ്മതിക്കേണ്ടി വരും. അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷാജി പാസ്റ്റർ ഇവിടെയും ആ ബുദ്ധിമുട്ട് അംഗീകരിച്ചേ പറ്റൂ. ഇനി അരുളപ്പാട് ലഭിച്ചവരെയെല്ലാം ദേവന്മാരെന്ന് പറയുന്നു, സത്യമാണോ? അതല്ലേ താങ്കളുടെ വാദഗതി? യേശുവിനോട് സ്വർഗീയ പിതാവിൻ്റെ മകനായിത്തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ സഹോദരനായി മാറുന്നു. പിന്നെ താങ്കൾ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് മനുഷ്യരുടെ മക്കൾ മനുഷ്യർ. അതൊന്ന് കേട്ടെ. ഇപ്പോൾ അങ്ങേക്കൊരു മോനുണ്ട് മോളുണ്ടെങ്കിൽ അത് മനുഷ്യൻ തന്നെയാണ്, അല്ലേ? അതെ. ഇതേപോലെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. മനുഷ്യരുടെ മക്കൾ മനുഷ്യർ, ദൈവത്തിൻ്റെ മക്കൾ ദൈവം. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ ദൈവം എങ്കിൽ യേശു ദൈവത്തിൻ്റെ പുത്രൻ, അതുകൊണ്ട് ദൈവമായി മാറുന്നു. മനസ്സിലാക്കുക. ഇപ്പം മനുഷ്യൻ്റെ മക്കൾ മനുഷ്യർ എങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ ദൈവം. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ പറയുന്നത് പോലെ യേശുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മകനായി മാറുമ്പോൾ നാം ദൈവമായി മാറുന്നുവെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. അതാരാണ് ആ മനുഷ്യർ? താങ്കൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൽ വിശ്വസിച്ചവരെല്ലാം ദൈവമായിട്ട് മാറി. പിന്നെ ഇവിടെ മനുഷ്യരായി ശേഷിക്കുന്നവർ ദൈവത്തിൽ വിശ്വസിക്കാത്തവരാ, ദൈവമക്കളായിത്തീരാത്തവരാ. അപ്പോൾ അവരുടെ കൂടെയാണോ ഈ ദൈവത്തിൻ്റെ കൂടാരം? അങ്ങനെയെങ്കിൽ ഈ കൂടാരം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കൂടെ താങ്കളും താങ്കളുടെ അനുയായികളും ഉൾപ്പെടുമോ? മനസ്സിലാവുമല്ലോ. കൂടാരമായി മാറുന്ന ദൈവത്തിൻ്റെ കൂടെ താങ്കളും താങ്കളുടെ അനുയായികളും ഉൾപ്പെടുമോ? കാരണം മനുഷ്യരുടെ കൂടെയാണ് ദൈവത്തിൻ്റെ കൂടാരമെന്ന് പറയുമ്പോൾ മനുഷ്യർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കൾ ആകാത്തവരാണ്. ദൈവത്തിൻ്റെ മക്കളായവർ ദൈവമായി മാറി. പിന്നെ മനുഷ്യരെന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളും അക്രൈസ്തവരുമായിട്ടുള്ളവരാണ് മനുഷ്യർ, അല്ലേ ഷാജി പാസ്റ്റർ? അവരുടെ ഇടയിലാണോ ഈ ദൈവത്തിൻ്റെ കൂടാരം? അതെന്തിന് അവിടെ കൊണ്ടുപോയി കൂടാരം അടിക്കുന്നു? അങ്ങനെയാകുന്നുവെങ്കിൽ പിന്നെ ഈ ദൈവമക്കളായി ഇവർ ജാതികളായിട്ട് ജീവിക്കുന്നവർക്കും ദൈവം കൂടാരമായിട്ട് വരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവമക്കളായിട്ട് ജീവിച്ചത്? ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. എന്നാൽ എൻ്റെ പ്രധാന ചോദ്യം അതല്ല. എൻ്റെ പ്രധാന ചോദ്യം, ആ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചവരെ ദേവന്മാരെന്ന് പറയുന്നുവെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് അരുളപ്പാട് കിട്ടിയിട്ടുണ്ടോ? ഒന്ന്, 13 ലേഖനങ്ങൾ എഴുതുവാനായി തനിക്ക് ലഭിച്ചത്, താൻ പറയും ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾ കേൾപ്പിച്ചു തരുന്നത് എന്തെന്നാൽ ഇതിനെ നമുക്ക് അരുളപ്പാട് എന്ന് പറയുവാൻ പാടില്ലയോ? അങ്ങനെയെങ്കിൽ ഈ അരുളപ്പാട് ലഭിച്ച പൗലോസ് ദേവനാണോ അല്ലയോ? ദേവനും അല്ലെങ്കിൽ ദൈവവും മനുഷ്യനുമായി ഒരേപോലെ ഇരിക്കാൻ ഇനി ആർക്കും പറ്റത്തില്ല. അത് യേശുവാണ് അങ്ങനെ വന്നത്. അത് എന്തിനു വേണ്ടിയാണ് നമുക്കറിയാം. ഇനി ആർക്കും ദൈവവും മനുഷ്യനുമായിരിക്കാൻ പറ്റത്തില്ല. താങ്കളുടെ പഠിപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് അരുളപ്പാട് ലഭിച്ചാൽ അവൻ പിന്നെ മനുഷ്യനല്ല, പിന്നെ അവൻ ദൈവമാണ്, അല്ലേ? അങ്ങനെയെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ ലുസ്രയിലെ ഒരു മുടന്തനായിരുന്ന മനുഷ്യനെ പൗലോസും സഹപ്രവർത്തകനായ ബർന്നബാസും കൂടി പ്രാർത്ഥിച്ച് അവന് സൗഖ്യം ലഭിച്ചപ്പോൾ ലുസ്രയിലുള്ള ജനങ്ങൾ ഇതാ ദേവന്മാർ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ പൂജകളും ബലികളുമൊക്കെ അർപ്പിക്കുവാൻ പുഷ്പങ്ങളും അതും ഇതുമെല്ലാം കൊണ്ടുവരുന്നു. ഇത് കേട്ട പൗലോസ് എന്തു പറയണം? അല്ലയോ ലുസ്ര നിവാസികളെ, ദേവന്മാർ മനുഷ്യരൂപത്തിൽ വന്നതല്ല, മനുഷ്യൻ ദേവനായി വന്നതാണ്. അതല്ലായിരുന്നു അവകാശപ്പെടേണ്ടത്. മനസ്സിലായി കാണും. പൗലോസ് ഇങ്ങനെ പറയണമായിരുന്നു, ഞങ്ങൾ മനുഷ്യരായിരുന്നു, എന്നാൽ ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നപ്പോൾ ഞങ്ങൾ ദൈവങ്ങളായി. തന്നെയല്ല, ഞങ്ങൾ കർത്താവിൽ നിന്ന് അരുളപ്പാടും കൂടെ പ്രാപിച്ചപ്പോൾ ഞങ്ങൾ ദേവന്മാരുമായി. അതുകൊണ്ട് ഇനി ഞങ്ങൾ മനുഷ്യരല്ല എന്ന് പറയേണ്ട സ്ഥാനത്ത് പൗലോസ് പറഞ്ഞത്, സഹോദരന്മാരെ, ഞങ്ങൾ ദേവന്മാരൊന്നുമല്ല, ഞങ്ങൾ മനുഷ്യരായി. എങ്ങനെയുണ്ട് ഷാജി പാസ്റ്ററെ? അപ്പോൾ താങ്കൾക്ക് കിട്ടിയ പദവി പൗലോസിന് കിട്ടിയില്ല, അല്ലേ? താങ്കൾക്ക് അരുളപ്പാട് കിട്ടിയപ്പോൾ താങ്കൾ ദേവനായി, യേശു വിശ്വസിച്ച് സ്വർഗീയ പിതാവിൻ്റെ മകനായപ്പോൾ താങ്കൾ ദൈവവുമായി. പക്ഷേ
മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനും 13 ലേഖനങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച് എഴുതിയവനും മനുഷ്യനാണെന്ന് സമ്മതിക്കുമ്പോൾ ഇവിടെ ഇതാ ഏതൊക്കെയോ കുറേ ദുരുപദേശം കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് കിട്ടിയ വെളിപ്പാടാണെന്നും പറഞ്ഞുകൊണ്ട് താൻ ദേവനായി മാറി. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ഈ കണക്കിന് പോയാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ, അതായത് എല്ലാവർക്കും ഒരു ആയുസ് ഉണ്ടല്ലോ, അതൊക്കെ കഴിയുമ്പോൾ റോഡ് സൈഡിൽ ഒരു ചില്ലും കൂടും കാണും, ഒരു നേർച്ചപ്പെട്ടിയും കാണും. എന്താണ്? പുതിയ അരുളപ്പാട് കിട്ടിയ ദേവൻ. പേരൊന്നും ഞാൻ പറയുന്നില്ല, അതായത് നിങ്ങൾ ഊഹിച്ചെടുത്തോണം. അപ്പോൾ ഞാൻ പറയട്ടെ, ഇങ്ങനൊരു അവകാശം പറയാനുള്ള കാരണം, മുന്നമേ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആരോ ഒരു അനുയായി പറഞ്ഞു, ഒരു കമൻ്റ് ഇട്ടു, നിങ്ങൾ ക്രിസ്തുവിനോട് അനുരൂപമായി മാറും. അനുരൂപമായി മാറുമ്പോൾ എന്തായി മാറും? അവനായിരിക്കുന്ന സ്ഥാനത്തും അവനായിരിക്കുന്ന പദവിയിലും ആകും. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ മോശയോട് യഹോവ പറയുന്നു, നിന്നെ പോലെ ഒരു പ്രവാചകൻ ഞാൻ എഴുന്നേൽപ്പിക്കും. ആരായിരുന്നു? യേശു. നിന്നെ പോലെ ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ മോശയെ പോലെ യേശു എന്നോ യേശുവിനെ പോലെ മോശയെന്നോ നിങ്ങൾ എന്താണ് വ്യാഖ്യാനം കൊടുക്കുന്നത്? ഇനി മോശയെ പോലെ യേശുവായി വരുവാണെങ്കിൽ യേശു ഒരു കാലത്തും ക്രിസ്തു എന്നുള്ള പദവിയിലേക്ക് വരാൻ പറ്റത്തില്ല. കാരണം മോശ ഒരു മനുഷ്യനായിരുന്നു. അല്ല, യേശുവിനെ പോലെ മോശയായി തീർന്നു എന്ന് പറയുകയാണെങ്കിൽ യേശു ഒരു മധ്യസ്ഥനായി നിൽക്കുന്നത് പോലെ, ക്രിസ്തുവായി നിൽക്കുന്നത് പോലെ, ഇനി സിംഹാസനത്തിൽ പിതാവിൻ്റെ ഒപ്പം ഇരുന്ന് ആരാധിക്കപ്പെടുവാൻ യോഗ്യനാകുന്നത് പോലെ, ഫിലിപ്പിയർ 2:11 പറയുന്നത് പോലെ, സകല മുഴങ്കാലും അവൻ്റെ മുന്നിൽ മടങ്ങി സകല നാവും അവനെ കർത്താവെ എന്ന് വിളിക്കുന്ന കൂട്ടത്തിൽ മോശയും തുല്യമായ പദവിയിൽ ഉണ്ടായിരിക്കേണ്ടേ SVJ-ക്കാരെ അല്ലേ? നിങ്ങളിപ്പോൾ യേശു ദൈവമല്ല, സൃഷ്ടിയാണ്, ജനിച്ചവനാണ്, ആരാധനയ്ക്ക് യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലും അപ്പോസ്തലനായ പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുഴങ്കാലും അവൻ്റെ മുന്നിൽ മടങ്ങും. ആരുടെ? യേശുവിൻ്റെ മുന്നിൽ മടങ്ങും. എല്ലാ നാവും അവനെ കർത്താവെന്ന് ഏറ്റുപറയും. എന്തിനാണ്? ഇതിനെന്ത് പേര് കൊടുക്കും? മുദ്രാവാക്യം എന്ന് പറയാൻ പറ്റുമോ? സാക്ഷ്യപ്പെടുത്തുമെന്ന് പറയാൻ പറ്റുമോ? ഇതാണ് സഹോദരങ്ങളെ ആരാധനയുടെ ഒരു ഭാഗം. മുഴങ്കാൽ അവൻ്റെ മുമ്പിൽ മടങ്ങിയിട്ട് നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ അത് ആരാധനയാണ്. അതിനെ സ്പഷ്ടമായി ഉറപ്പിക്കുവാൻ യോഹന്നാൻ പത്മോസിൽ കിടന്ന് കാണുന്ന ആ വെളിപ്പാടിൽ പറയുന്നു, സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തുതിയും മഹത്വവും ആരാധനയും പുകഴ്ചയും ബഹുമാനവും. ഇതല്ലേ ആരാധന? ഇപ്പോൾ നിങ്ങൾക്ക് യേശുവിനെ ആരാധ്യ പുരുഷനായി കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ സ്വർഗത്തിൽ ചെന്നാൽ, ഈ കണക്കിനാണ് ചെല്ലുമെന്ന് തോന്നുന്നില്ല, ഇനി അഥവാ ചെന്നാൽ നിങ്ങളവിടെ മുഴങ്കാലം മടക്കുമോ? അതോ നിങ്ങൾ മുഴങ്കാലം മടക്കാതെ മാറി നിൽക്കുമോ? എന്തെങ്കിലും മറുപടി ഉണ്ടോ? SVJ ഷാജി ജോസഫ് പാസ്റ്റർ പറയത്തില്ല. ചിന്തിക്കാൻ കഴിവുള്ള ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനോട് അനുരൂപമാകുക എന്ന് പറഞ്ഞാൽ ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളാണ് വായിക്കുന്നത്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിർണയിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇവിടെ പറയുന്നത് ക്രിസ്തു തൻ്റെ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകുവാൻ. ഇവിടെ സഹോദരൻ എന്ന് പറയുന്നത് താൻ മനുഷ്യനായി ഭൂമിയിൽ വന്നതുകൊണ്ട് ആ മനുഷ്യത്വത്തിൽ നിന്ന് പറയുന്നതാണ് തൻ്റെ സഹോദരനെന്ന്. എന്നിട്ട് പറയുന്നു സഹോദരന്മാരിൽ ആദ്യജാതൻ. എന്ന് ശ്രദ്ധിക്കുക, ഒരു വ്യക്തിക്ക് എപ്പോഴാണ് യേശുവിൻ്റെ സഹോദരനായി മാറാൻ കഴിയുന്നത്? മറുപടി, യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവ പൈതലായി മാറുമ്പോൾ എങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സഹോദരനായി മാറാൻ കഴിയുള്ളൂ. ശരിയല്ലേ? എങ്കിൽ സഹോദരനായി ഒരുവൻ മാറുന്നതിന് മുൻപ് എന്ത് നടക്കണമായിരുന്നു? ക്രൂശ് മരണം നടക്കണമായിരുന്നു, അല്ലേ? ക്രൂശ് മരണം നടന്നതിന് ശേഷം ആണ് സഹോദരന്മാരിൽ ആദ്യജാതനാകാൻ കഴിയുള്ളൂ. എങ്കിൽ ഈ ആദ്യജാതൻ ആകുന്നതിന് മുൻപ് മരണം നടക്കണ്ടേ? അതല്ലേ ശരി? എന്നാലല്ലേ സഹോദരന്മാർക്ക് ആദ്യജാതനാകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്ത് വായിച്ചാൽ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ പറയുന്നു, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ.
അപ്പോൾ എന്താണ് ഈ ആദ്യഫലം ക്രിസ്തു? മനസ്സിലാക്കുക. അത് ഒന്നും കൂടി ഒരു വാക്യോടെ വായിക്കുമ്പോൾ അറിയാം. കൊലോസ്യർ 1:19 അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ബോൺ ഫ്രം ദ ഡെഡ്, മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ. മനസ്സിലാക്കുക. ഇവിടെ പറയുന്നു മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു അവൻ ആദ്യഫലം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മളൊന്ന് പഠിച്ചാൽ മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ അവനാണ് ആദ്യഫലം. അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. യേശുവിൻ്റെ മരണത്തിന് മുൻപ് യേശു തന്നെ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പക്ഷേ അതും വീണ്ടും മരണത്തിന് വിധേയമാകുവാൻ ഉള്ള ശരീരമായിരുന്നു. യേശുവിൻ്റെ മരണത്തിന് ശേഷം പത്രോസ് തബീതയെയും പൗലോസ് യൂത്തിക്കോസിനെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതും വീണ്ടും മരണത്തിന് വിധേയ ആകുന്ന ശരീരം ആയിരുന്നു. അതാ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവും എലീശയും 2 ബാലന്മാരെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവരും വീണ്ടും മരണത്തിന് വിധേയപ്പെടുന്ന ശരീരമായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യജാതൻ, ആദ്യഫലം ക്രിസ്തു. മനസ്സിലായല്ലോ? മരിച്ചവരിൽ നിന്ന് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് അവൻ ക്രിസ്തുവായത്. തെളിവുകൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 36-ാമത്തെ വാക്യവും അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിലും എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് തങ്ങളുടെ പിതാക്കന്മാരോടുള്ള വാഗ്ദത്തം നിവർത്തിച്ചു. പിതാക്കന്മാരോടുണ്ടായിരുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് യേശുവിനെയല്ല, ക്രിസ്തു എന്ന പദവിയാണ്. അതിനെക്കുറിച്ച് ധാരാളം പഠന ക്ലാസ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2:36 എന്ന് പറഞ്ഞ് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ അവൻ ക്രിസ്തുവും കർത്താവുമായി ഉയർത്തി. അപ്പോൾ ക്രിസ്തുവായത് ഈ തേജസ്കരിക്കപ്പെട്ട ശരീരം ആയപ്പോഴാണ്. അതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ചാടി പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവാണെന്ന് പറയുന്നു, യേശുവാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ പറയുന്നത് പത്രോസ് ഇത് വെളിപ്പാടിൽ പിതാവ് നിനക്ക് കാണിച്ചു തന്നതാണ്, പക്ഷേ യേശു എന്നുള്ളത് വെളിപ്പാടിൽ കണ്ടതാണ്, നിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒത്തിരി നമ്മൾ ചേർന്ന് പഠിക്കാനുണ്ട്. ഞാൻ പല ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, ഞാൻ വിശദീകരണം ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആദ്യ ഫലം ക്രിസ്തു എന്ന് പറഞ്ഞാൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ കൂട്ടത്തിൽ ആദ്യത്തത് യേശു. ലാസറായില്ല, തബീതയായില്ല, യൂത്തിക്കോസ് ആയില്ല, മറ്റു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്ന 2 ബാലന്മാരൊന്നും തേജസ്കരിക്കപ്പെട്ട ശരീരമായില്ല. അത് ആദ്യ ഫലമായി വന്നവൻ ക്രിസ്തു. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. ആദ്യഫലത്തിന് ശേഷം പിന്നീട് വരുന്നത് അവൻ്റെ വരവിങ്കൽ. കാഹളം മുഴങ്ങുമ്പോൾ തേജസ്കരിക്കപ്പെട്ടവരായി ഈ തേജസ്സിൻ്റെ ശരീരത്തോടു കൂടി മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെട്ട് തേജസ്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പിന്നെ ശേഷിക്കുന്നവരും ആ തേജസ്കരണത്തിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം പാലാരി വെട്ടത്തുന്ന ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോൺസൺ എന്ന തൻ്റെ പേര് പറഞ്ഞ, ഇപ്പോൾ 1000 ആണ്ട് വാഴ്ച നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാം. അപ്പം അങ്ങനെ ഞാൻ ചോദിച്ചു, 1000 ആണ്ട് വാഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആരംഭത്തിൽ ഒരു വലിയ ചരിത്ര പ്രസക്തമായ ഒരു കാര്യം സംഭവിക്കണമായിരുന്നല്ലോ, അതെന്തുവാ? അതെനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു അതെന്താണ്? അപ്പോൾ അദ്ദേഹത്തിനത് അറിയില്ല. ഞാൻ പറഞ്ഞു അതൊന്ന് പഠിച്ചിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. കൃപയാൽ ഇതേവരെ എന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ ധാരണ ഉണ്ടെങ്കിൽ പറയാം. ഇത് 1000 ആണ്ടാണ് എന്ന് പറയുകയാണെങ്കിൽ വചനം പറയുന്നു, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവർ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. ആ 1000 ആണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് മരിച്ചവരിൽ ശേഷമുള്ള ഒരു ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന രീതിയിൽ 1000 ആണ്ട് തുടങ്ങിയെങ്കിൽ അന്ന് മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു, ജീവനോടിരിക്കുന്നവരെല്ലാം രൂപാന്തരപ്പെടുകയും ചെയ്തു. അതാണ് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ തൻ്റെ ക്രിസ്തുവിനോട് അനുരൂപമാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനുള്ള പദവികളും സ്ഥാനങ്ങളുമൊക്കെ കിട്ടുക എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഷാജി പാസ്റ്റർക്ക് ഞാൻ ഒരു രഹസ്യം കൂടി പറഞ്ഞു തരാം. അതായത് വെളിപ്പാട് കിട്ടിയവരെല്ലാം ദേവന്മാരാണെന്ന് നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടെത്താത്തൊരു പോയിന്റ് ഞാനിട്ട് തരാം. എന്താ അറിയാമോ? ഒരിക്കൽ യേശു ഒരുവൻ്റെ പാപത്തെ മോചിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദ്യം ചെയ്തു. യഹൂദന്മാർ താൻ ദൈവതുല്യനാക്കി എന്ന് പറഞ്ഞ് യേശുവിനെ കുറിച്ചൊരു ആരോപണം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഭൂമിയിൽ മനുഷ്യരുടെ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ കുറിച്ചുള്ള ദൈവിക അരുളപ്പാട് ലഭിച്ച ഷാജി പാസ്റ്റർ ദേവനായെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന് ഞാൻ ഈ തരുണത്തിൽ പ്രഖ്യാപിക്കുന്നു.
കാരണം ക്രിസ്തുവിനോട് അനുരൂപമാവുമ്പോൾ ക്രിസ്തുവിൻ്റെ എല്ലാ അധികാരം ഉണ്ടാവണമല്ലോ. ഇനി അങ്ങനെയൊന്നും സംഭവിച്ചു പോയാൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം ഇദ്ദേഹമൊക്കെ ക്രിസ്തുവിൻ്റെ തുല്യമായി ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഞാനൊക്കെ ചെന്ന് വണങ്ങേണ്ടി വരുമോ? അങ്ങനൊരു ഭയവും എനിക്കുണ്ട്. പക്ഷെ അതിനുള്ള സാധ്യത ബൈബിളിൽ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ സധൈര്യമായി ഈ ആശയങ്ങൾ പ്രകടമാക്കുന്നത്. അപ്പോൾ SBJയിലെ വിശ്വാസികളായിരിക്കുന്നവർ, എൻ്റെ കമൻ്റ് ഇട്ടവർ ഉൾപ്പെടെ അറിയുക, അവനോട് അനുരൂപമാകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരം പോലെ തേജസ്കരിക്കപ്പെട്ട ശരീരമാകുക എന്നാണ്. ആ അധികാരങ്ങളെല്ലാം കിട്ടുക എന്നുള്ളതല്ല. മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം. പോലീസിൽ അനേക ഉദ്യോഗസ്ഥന്മാരുണ്ട്, SP-മാരുണ്ട്, IG-മാരുണ്ട്. അവരെയും ഒരു സിവിൽ ഓഫീസറായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും ഒറ്റ വാക്കിൽ പറയുമ്പോൾ രണ്ടുപേരും കേരള പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ കേരള പോലീസിലെ ഉദ്യോഗസ്ഥൻ എന്നുള്ള പേര് രണ്ടുപേർക്കുണ്ടെങ്കിലും രണ്ടുപേരുടെ അധികാരം ഒന്നാണോ? രണ്ടുപേരുടെ പദവി ഒന്നാണോ? ഒരു സിവിൽ ഓഫീസറെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളേ ഇദ്ദേഹവും ആ SP-യെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞാൽ ഈ സിവിൽ ഓഫീസറിൻ്റെ അധികാരവും പദവിയും SP-യുടെ അധികാരവും പദവിയും ഒന്നാണെന്നാണോ നിങ്ങൾ പഠിപ്പിച്ചു വരുന്നത്? എന്തൊക്കെ വ്യാഖ്യാനങ്ങളാണ് സഹോദരങ്ങളെ നിങ്ങൾ ഈ കണ്ടുപിടിച്ച് പാവപ്പെട്ട ചിന്താശേഷിയില്ലാത്തവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ഈ ചിന്താശേഷിയും പ്രതികരണശേഷിയും ഇല്ലാത്തവർ ഒരു കൂട്ടം പിന്നിലുള്ളിടത്തോളം കാലം താങ്കൾ ഒരിക്കലും പരാജയം കാണത്തില്ല. അതാണ് താങ്കളുടെ വിജയം. എന്നാൽ ഞാൻ പറയട്ടെ, ഇവിടെ യേശുവിനോട് അനുരൂപമാകുക എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൻ്റെ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. തേജസ്കരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭൂതകാലത്തിൽ സംഭവിച്ചതായിട്ടാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നതെങ്കിലും അതിനുള്ള ആ ഒരു അർഹതയിലേക്ക് ആക്കിയെന്നാണ്. അല്ല, നിങ്ങൾ ആ ഒരു വാക്യമെടുത്ത് ചോദ്യം ചെയ്യാൻ വന്നാൽ ഞാൻ ഇപ്പം തന്നെ മറുപടി ഉണ്ട് പറഞ്ഞേക്കാം. ലോക സ്ഥാപനത്തിന് മുൻപേ അറക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞാൽ അന്ന് അറക്കപ്പെട്ടില്ലല്ലോ. അറക്കപ്പെട്ടത് എന്ന 30-ാമത്തെ വയസ്സിലല്ലേ? അപ്പോൾ 30-ാമത്തെ വയസ്സിൽ അറക്കപ്പെടുവാൻ പോകുമ്പോഴും പറഞ്ഞിരിക്കുന്നു ലോക സ്ഥാപനത്തിന് മുമ്പ് അറക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ വന്നതുകൊണ്ടും മാറ്റമില്ലാത്തതുകൊണ്ടും അത് സംഭവിച്ചതുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒറ്റ വാക്കിൽ പറയാം, അരുളപ്പാട് കിട്ടിയവരെ എല്ലാം ദേവന്മാരെന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ പൗലോസിന് അത് അറിയില്ലായിരുന്നു. പൗലോസ് ദേവനല്ല, മനുഷ്യനാണെന്ന് സമ്മതിക്കുന്നു. മാത്രമല്ല, അങ്ങനെ അരുളപ്പാട് കിട്ടിയവരും യേശുവിൽ വിശ്വസിച്ചവരെല്ലാം ദേവന്മാരും ദൈവങ്ങളുമായി പോയാൽ ഈ കൂടാരം മനുഷ്യരുടെ കൂടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ദൈവത്തിൻ്റെ മക്കളായി തീരാതെ നിലവിൽ മനുഷ്യനായി തന്നെ തുടർന്ന് ജീവിക്കുന്നവരുടെ നടുവിലാണ് ആ കൂടാരമെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരില്ലയോ? മൂന്നാമത്, അവനോട് അനുരൂപപ്പെടുക എന്ന് പറയുമ്പോൾ അവൻ്റെ പദവിയും അധികാരമുണ്ട് എന്നാണ് അർത്ഥം എങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെയും പിതാവിനെയും ആരാധിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളും കൂടി ഉണ്ടായിരിക്കുമല്ലോ, ആരാധനയ്ക്ക് യോഗ്യരായി. എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൂട്ടുന്നത്? അതുകൊണ്ട് സത്യാന്വേഷകരായവർക്കും വചനം പഠിക്കുന്നവർക്കും SBJ മിനിസ്ട്രിയുടെ പൊള്ളത്തര ഉപദേശങ്ങൾ എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ മുന്നമേ അവതരിപ്പിച്ചിട്ടുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ, നീ അനങ്ങിയാൽ ഞാൻ മിണ്ടും. ഇതാരെയും കുറ്റം പറയാനല്ല, ആരെയും വിധിക്കുവാനല്ല. അന്ത്യകാലത്ത് ജനങ്ങൾ ദുരുപദേശത്തിൽ കുരുക്കപ്പെട്ടു പോകുമ്പോൾ അവരെ വിടുവിച്ചെടുക്കുവാൻ, മനസ്സിലായല്ലോ, ഒരന്യ ദേവൻ്റെ മുന്നിൽ വണങ്ങുന്ന ഒരുവനെ സത്യദൈവത്തിലേക്ക് നയിക്കുന്നവരാണ് താങ്കൾ എങ്കിൽ സത്യോപദേശം വിട്ട് ദുരുപദേശത്തിലേക്ക് പോകുന്നവരെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ള ദൗത്യമാണ് എന്നെയും ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും വിമർശിക്കൊന്നും വേണ്ട. നമുക്ക് ഒരുമിച്ച് സമാന്തര രേഖ എന്ന പോലെ, ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള 2 വീലകൾ എന്ന പോലെ, ഒരു കലപ്പ വലിച്ചുകൊണ്ട് പോകുന്ന 2 കാളകൾ എന്നതുപോലെ നമുക്ക് ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് പുതിയതായ ഒരു ചിന്തയിലേക്ക് കടന്നുകൂടാം. ദൈവം അനുവദിച്ചാൽ എന്നോട് ചിലരൊക്കെ ചോദിച്ചിരിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ യേശു പിതാവേ എന്ന് വിളിച്ചത് ആരെയാണ്? യഹോവയെയാണോ? യഹോവ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൻ്റെ ദേവനാണ്, നിഷ്ഠൂരനാണ്, ക്രൂരനാണ്, സ്നേഹവാനല്ല. ദൈവം സ്നേഹവാനായിരിക്കണം എന്നുള്ള ആശയമായിട്ട് മുന്നോട്ട് കടന്നു വന്നിരിക്കുന്ന ചിലർക്കൊക്കെയും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പരമ്പര തന്നെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. കാരണം 1-2 മണിക്കൂറുകൾ കൊണ്ട് തീരുന്നതല്ല ആ പഠനം. ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ആഴങ്ങൾ മണിക്കൂറുകൾ നീണ്ടുപോകുന്നതായതുകൊണ്ട് എപ്പിസോഡുകളായി ഈ വിഷയത്തിലുള്ള മറുപടി തിരുവചനത്തിൽ നിന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.